ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണിമാങ്ങ അച്ചാറാണ്. കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കണ്ണിമാങ്ങ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കാറ്റ് കയറാത്ത ഒരു ഭരണിയിലാക്കി അടച്ചു വെക്കണം. നല്ലതുപോലെ അടച്ചു വെക്കണം. അടച്ചു വെച്ച് 10-15 ദിവസമാണ് വെക്കേണ്ടത്. 10-15 ദിവസം കഴിയുമ്പോൾ ഇതേ പരുവായിരിക്കും. ചൊക്കി അതിൻ്റെ നീരെല്ലാം ഇറങ്ങി വരും. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായ മുളക് പൊടി ചേർക്കണം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. 5 സ്പൂണ് നിങ്ങളുടെ ആവശ്യത്തിനെടുക്കുക. അതിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ മാങ്ങ എടുത്ത് വെച്ചല്ലോ, ഇത് നല്ലൊരു മണമാണ് കേട്ടോ. കണ്ണിമാങ്ങ ഉപ്പിലിട്ട് ഇത് തന്നെ ഇപ്പം നമുക്കൊരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും. അതേ ടേസ്റ്റ്, നല്ലൊരു മണമാണ്. ഈ കണ്ണിമാങ്ങയുടെ നമ്മൾ കറ പോകരുത്. ഈ കണ്ണിമാങ്ങയുടെ കറയൊന്നും പോകാതെ തന്നെ വേണം നമ്മളിത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. ഉപ്പിലിട്ടിട്ടാണ് പിന്നെ നമ്മളിത് അച്ചാറുണ്ടാക്കേണ്ടത്. അതെല്ലാം വെള്ളം ഒരു ശകലം പോലും വേറെ വെള്ളം നമ്മൾ എടുക്കരുത്. പിന്നെ ഇതിനകത്തോട്ട് ആ ചൂടാക്കിയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടിയും കൂടെയാണിത്. അതുപോലെ തന്നെ ഇത് ഒരു 4 സ്പൂൺ ഉലുവായും 4 സ്പൂൺ കടുകും കൂടെ വേറെ ചൂടാക്കിയിട്ട് തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഒത്തിരി പൊടിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഒരു ബൗളിൽ എണ്ണയും വേണം. ആദ്യം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട്, ഉണങ്ങിയ പാത്രത്തിൽ ഇടാം. ആദ്യം കടുകും ഉലുവയും കൂടെ ഇട്ട് അതിന് ശേഷമായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടെ ചെറിയ തീയിൽ ചൂടാക്കിയത് അതും കൂടെ ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ആ മാങ്ങയുടെ ആ വെള്ളവും ഉപ്പുനീരും വെള്ളവും കൂടെ ഉണ്ടായിരുന്നേ, അത് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വേറെ വെള്ളം നമ്മൾ വേറെ ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഈ വെള്ളം മാത്രമേ ഒഴിക്കാവൂ. അത് നല്ലതുപോലെ ഒന്ന് അരപ്പ് പോലെ ഒന്ന് ആക്കി നമ്മൾ എടുക്കണം. ഇതേപോലെ നമ്മൾ ഇച്ചിരിയും കൂടെ ഈ വെള്ളം മാത്രം ഒഴിച്ചെടുക്കണം. കണ്ണിമാങ്ങ നമ്മുടെ കണ്ണിന്, നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണിമാങ്ങ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ നല്ലതാണ്, ചപ്പാത്തിയൊക്കെയും കഴിക്കാൻ ഒരുപാട് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഒരുപാട് നല്ല ഗുണമുള്ളതാണ്. കണ്ണിമാങ്ങ അങ്ങനെ കിട്ടാൻ വളരെ പാടാണ്. എനിക്ക് ആദ്യമായിട്ടാണ് കണ്ണിമാങ്ങ കിട്ടിയത്. ഞാൻ എന്നിട്ടിത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ്. കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു ലാസ്റ്റിലത്തെ, ആ വെള്ളവും ചേർത്തു. അതായത് ഈ മാങ്ങ ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ്. വേറെ വെള്ളം ഒരു ശകലം പോലും ചേർക്കരുത്. ഇങ്ങനെ അത് എത്ര നാൾ വേണേലും ഇരിക്കും. നമുക്ക് 1 വർഷം വേണേലും ഇരിക്കും വെച്ചിരുന്നാൽ. നമുക്ക് പക്ഷേ ഇത് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കും. കണ്ടില്ലേ? ഇങ്ങനെ കണ്ണിമാങ്ങ ഇങ്ങനെ എടുത്ത് അരപ്പെല്ലാം ഇതിനകത്ത് നല്ലതുപോലെ ആ മുളകും ഇതുമെല്ലാം ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങിയൊരു കണ്ടെയ്നറിലോട്ട് ഇതിട്ട് വെക്കണം. ഇതെല്ലാം അതിനകത്തോട്ട് നമ്മൾ കോരിയിട്ട് വെക്കണം. നിങ്ങൾക്കൊക്കെ മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാങ്ങ എല്ലാം ആ ടിന്നിലിട്ട് അതിന് ശേഷമായിട്ട് ഇത് നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ചതാണ്. നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ചത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കണം. ആദ്യം നമ്മൾ ഒഴിക്കരുത്. ഇത് ഭരണിയിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് നമുക്കിതിന് പൂപ്പലൊന്നും കയറത്തുമില്ല. അത് നല്ല എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഇത് മുകളിലൂടെ നമ്മൾ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെക്കുക. ഇതിപ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേനും ഇത് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇഷ്ടമുള്ളവർക്ക് നാളെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരുപാട് നല്ലതാണ്. നിങ്ങളൊക്കെയും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. Thank you so much.